ഏവക്കുട്ടന് ചെറിയൊരു സമ്മാനവും കൊണ്ട് വന്നതാണ് അന്നമോളും അവളുടെ അമ്മയും. അവര് വരുന്നു എന്ന് അറിയിച്ചപ്പോ തന്നെ ഏവക്കുട്ട ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റിരിപ്പുണ്ട്. അന്നയൊക്കെ ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റും കൊണ്ട് വന്നതാണ്, ഒരു ചെറിയ ഗിഫ്റ്റ്. ഏവക്കുട്ടന്റെ പേരെഴുതിയ സ്റ്റിക്കറുകളാണ് ഇത്. അത് അവളുടെ കളിപ്പാട്ടത്തിലും ഡ്രസ്സുകളിലും ഷൂസിലും ഒക്കെ ഒട്ടിച്ചിങ്ങനെ വെക്കാം. ഇതാ കണ്ടില്ലേ, ഏവക്കുട്ടന്റെ ജാക്കറ്റിൽ നമ്മൾ ആദ്യം പേന കൊണ്ട് പേരെഴുതി വെച്ചിരിക്കുന്നത്. ഏവക്കുട്ടൻ ഡേ കെയറിൽ ഇതെല്ലാം കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മാറിപ്പോകാതിരിക്കാൻ ഇങ്ങനെ പേരെഴുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുറെ നാളായിട്ട് നമ്മളിത് വാങ്ങിക്കണം എന്ന് കരുതിയിരുന്നതാണ്. ഇതാ ഇപ്പൊ അവര് നമുക്കിത് കൊണ്ട് തന്നിട്ടുണ്ട്. സൂപ്പർ അല്ലേ? അങ്ങനെ ഗിഫ്റ്റും കൊണ്ട് വന്നിട്ട് അവരവളോടൊപ്പം ഇരുന്ന് കുറച്ചു നേരം കളിക്കുന്നുണ്ട്. ഈ കളിപ്പാട്ടവും മുമ്പൊരിക്കൽ അവരവൾക്ക് സമ്മാനമായി കൊടുത്തിട്ടുള്ളതാണ്. ഓഹോ, ഓഹോ. ആ ഗെയിമിൽ ഏവക്കുട്ടൻ കളക്ട് ചെയ്ത ഫ്രൂട്ട്സ് എല്ലാം പുഴു കഴിച്ചത് കൊണ്ട് തോറ്റ് തുന്നം പാടിയെന്ന് അർത്ഥം. എന്തോ ഗെയിം ഒക്കെ കളിച്ച ശേഷം ഏവക്കുട്ടനോടൊപ്പം കുറച്ച് പടമൊക്കെ വരച്ച് പെയിന്റ് ഒക്കെ ചെയ്ത ശേഷമാണ് അവര് യാത്ര പറഞ്ഞിറങ്ങിയത്.